കേരളത്തിലെ ഇസ്ലാമിക വിമർശകനായ ആരിഫ് ഹുസൈന് വധഭീഷണി. ഇറാൻ ഭരണാധികാരിയായിരുന്ന ഖമേനിയുടെ കൊലപാതകത്തിനു പിന്നാലെ ആരിഫ് തന്റെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വിമർശനം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്ന് ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്ന ഇമെയിൽ അക്കൗണ്ടിൽ വഴിയാണ് വധഭീഷണി സന്ദേശം ലഭിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഖമേനിയെ വിമർശിച്ചതിനാൽ ശരീഅത്ത് നിയമപ്രകാരം ആരിഫ് ഹുസൈന് മരണശിക്ഷ നൽകാൻ തങ്ങൾ തീരുമാനിച്ചു. അതിനാൽ തങ്ങളുടെ സൈബർ സംഘം ആരിഫ് ഹുസൈൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കൃത്യനിർവഹണത്തിനായി ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും തങ്ങളുടെ സേന കേരളത്തിൽ എത്തിക്കഴിഞ്ഞുവെന്നും അങ്ങേയറ്റം പീഡിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി തലവെട്ടി പൊതുസ്ഥലത്ത് തുപ്പാനായി പ്രദർശിപ്പിക്കുമെന്നുമാണ് ഭീഷണി സന്ദേശം. സന്ദേശത്തെ തുടർന്ന് ആരിഫ് ഹുസൈൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നേ ലഭിച്ച ഒരു ഭീഷണി സംബന്ധിച്ചിട്ടാണ്. നമുക്കറിയാം, ഇവിടെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് സംബന്ധിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. അത് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യത്തിരുന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ മറുപടികളൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനുള്ള അവരുടെ ആകൂടെയുള്ള മറുപടി എന്ന് പറയുന്നത് വധഭീഷണിയാണ്. അപ്പോ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ ഷിയ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി, ആ ഗ്രൂപ്പിന്റെ ഒരു മെയിൽ ഐ ഡി, അതിൽ നിന്നാണ് എനിക്കിപ്പോ ഒരു ഭീഷണി ലഭിച്ചിരിക്കുന്നത്. എന്റെ തലയെടുക്കും, എന്നിട്ട് അത് പൊതുദർശനത്തിന് വെച്ച് ഇവിടെ ആളുകൾക്ക് തുപ്പാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീഷണി കണ്ട് വായിക്കുക എന്നുള്ളതിനൊക്കെ അതൊന്നുമല്ല, അതൊക്കെ ഇതിനു മുന്നേ ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, ഈ മതനിന്ദ നടത്തുന്നു എന്നതിന്റെ പേരിലൊക്കെ ഇതേപോലെ നടത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി. പക്ഷേ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംഗതികളാവുമ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് കുട്ടികളെയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അത് പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആദ്യമേ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്: മറ്റു മതം പോലെ അല്ല ഇത് എന്നത് തന്നെയാണ്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ കയറിയാണ് വെട്ടിയതും കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന്റെ ഈ കോർ ഇഷ്യൂ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പൊതുസമൂഹം അതിന് ഉണരണം, അതോടൊപ്പം ഇവിടുത്തെ നിയമ സംവിധാനം ഉണരണം, അത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാവരും അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പം താങ്ക് യു.